വീഡിയോ ഓൺ ആണല്ലോ എന്താ? മാതാജി, ഞാനേ ഓഡിയോ വേറെ ഡിവൈസിൽ നിന്നാണ്, എന്റെ വീഡിയോ വേറെ ഡിവൈസിൽ നിന്നാണ്. ആണോ പ്രഭു? പക്ഷെ കാണാൻ പറ്റുന്നില്ല പ്രഭുവിനെ. ഓഡിയോ രണ്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക്. ആണോ? ആ ഓക്കെ, ഞാൻ എന്നാ ഇത് ക്ലിയർ അല്ല പ്രഭു. അമ്പലത്തിൽ നിന്നാണോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വംശി പ്രഭു ബഹ്റിൻ ഡിവോട്ടിയാണ്. ബഹ്റിൻ നിന്നാണ് പ്രഭു നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രഭു ബഹ്റിന പ്രഭു, ബഹ്റിന. ഹരേ കൃഷ്ണ. മാതാജി, ഞാൻ എന്റെ ഓഡിയോ സെപ്പറേറ്റ് ആണ്, അപ്പൊ ഒന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ പ്രഭു. ഓഡിയോ സെപ്പറേറ്റ് ആകുമ്പോൾ ഇത്തിരി ക്ലിയർ ആവും, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഇട്ടത്. ശരി പ്രഭു. ഓക്കെ പ്രഭു, നോ ഇഷ്യൂ പ്രഭു. ഹരേ കൃഷ്ണ. ആരാണ് ഹോസ്റ്റ്? ആരാണ്? മാതാജി ആണോ? എന്നെ കൂടി ഹോസ്റ്റ് ആയിട്ട്? ഓക്കെ പ്രഭു, ഷുവർ പ്രഭു, ഷുവർ. ഓക്കെ. ജയ രാധാ മാധവ കുഞ്ച വിഹാരി, ജയ രാധാ മാധവ കുഞ്ച വിഹാരി, ജയ ഗോപി ജന വല്ലഭ, ജയ ഗിരിവരധാരി, ജയ ഗിരിവരധാരി, യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുന തീരാ വനചാരി, യമുന തീരാ വനചാരി, ജയ രാധാ മാധവ കുഞ്ച വിഹാരി, ജയ രാധാ മാധവ കുഞ്ച വിഹാരി, जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा, जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम
Ram Rama Hare Hare Jaya Radha Madhava Radha Madhava Radhe Jaya Radha Gopinatha Radha Gopinatha Radhe Jaya Krishna Balaram Jaya Krishna Balaram Jaya Krishna Balaram Jaya Krishna Balaram Jaya Jagannatha Jaya Baladeva Jaya Subhadra Jaya Sudarshana Jaya Gauranitai Jaya Gauranitai Jaya Gauranitai Jaya Gaurani Jaya Lakshmi Narasimha Jaya Lakshmi Narasimha Jaya Lakshmi Narasimha Jaya Lakshmi Narasimha Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada Jaya Jaya Gurudev 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 Jaya Jaya Gurudev Jai Vishnupada Paramahamsa Prabhuji ki jai Stotra Sadasvandas Jiptag Guru Maharaj ki jai Jai Vishnupada Paramahamsa Prabhuji ki jai Stotra Sadasvandas Grace Bhaktivedanta Swami Srila Prabhupada ki jai श्री श्री राधा माधव की जय राधा गोपनाथ की जय राधा रमन की जय जगन्नाथ बलदेव सुभद्रा में सुदर्शन की जय कृष्ण बलराम की जय श्री श्री गौर निताय की जय श्री श्री लक्ष्मी नरसिंह भगवान की जय पंचतत्व भगवान की जय श्रील प्रभुपाद की जय गुरुदेव की जय all glories to assembled devotees all glories to assembled devotees all glories and glories and glories to assembled devotees all glories to Srila Prabhupada all glories to Srila Gurudev Nitai Gaur Premanande Hare Krishna അപ്പൊ ആദ്യമായി തന്നെ ഈ ഒരു ഭാഗവതം ഇന്നത്തെ ക്ലാസ് എനിക്ക് നൽകിയ മാതാജിക്ക് എന്റെ സ്പെഷ്യൽ ഒരു താങ്ക്സ് നമസ്കാരം അതുകൂടാതെ ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ഭക്തന്മാരുടെ പാദങ്ങളിലും എന്റെ വിനീത പ്രണാമം നമ്മൾ ശ്രീമദ് ഭാഗവത്തില് ഇപ്പോ നമ്മൾ എടുക്കുന്ന ശ്ലോകം വന്നിട്ട് ഫസ്റ്റ് കാൻഡോയില് 5-ാമത്തെ അധ്യായം അല്ലെ 5-ാമത്തെ അധ്യായം 30-ാമത്തെ ശ്ലോകം അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് മുന്നേ നമുക്ക് മംഗളാചരണം നടത്താം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം നമ്മുടെ ശ്ലോകം നമുക്ക് വായിക്കാം ശ്രീമദ് ഭാഗവതം ഭാഗവത പുരാണം 1-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം ശ്ലോകം വന്നിട്ട് 30 ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാത് ഭഗവതോദിതം അൻവവോച്ഛൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സലഃ ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാത് ഭഗവതോദിതം അൻവോച്ഛൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സലഃ ഞാൻ അതിന്റെ വിവർത്തനവും ഭാവാർത്ഥവും വായിക്കാം ശ്രീല പ്രഭുപാദരുടെ വിവർത്തനവും ഭാവാർത്ഥവും വിനീത ഹൃദയരായ ആത്മാക്കളെ അതീവ കൃപയുള്ള ആ ഭക്തി വേദാന്തികൾ പ്രയാണം ആരംഭിക്കുന്ന വേളയിൽ പരമദിവ്യോത്തമ പുരുഷനാൽ നിർദ്ദേശിക്കപ്പെട്ട ആ അതീവ രഹസ്യമായ വിഷയത്തെ എനിക്ക് ഉപദേശിച്ചു ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥം
ഭഗവാന്റെ നിർദ്ദേശങ്ങൾ യഥാരൂപം ഒരു ഭക്തി വേദാന്തി അനുവർത്തികൾക്ക് ഉപദേശിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷൻ ഭഗവത്ഗീതയിലും മറ്റെല്ലാ ധർമ്മശാസ്ത്രങ്ങളിലും ഭഗവാനെ മാത്രമേ ജനങ്ങൾ പിന്തുടരാവൂ എന്ന് സ്പഷ്ടമായി നിർദ്ദേശിച്ചിരിക്കുന്നു. സർവ്വതിന്റെ സൃഷ്ടാവും സംരക്ഷകനും സർവനാശകനും ഭഗവാനാകും. സമ്പൂർണ്ണ വിശ്വസൃഷ്ടിയും ഭഗവത് ദേച്ഛയിലാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, ഭഗവത് ദേച്ഛയാൽ എപ്പോൾ ഈ സമ്പൂർണ്ണ ദൃശ്യവും പരിസമാപ്തമാകുന്നുവോ അപ്പോഴും ഭഗവാന്റെ ശാശ്വത ധാമത്തിൽ സർവ പരിച്ഛേദങ്ങളോടുകൂടി ഭഗവാൻ പരിസേവിതനായി നിലകൊള്ളുന്നു. സൃഷ്ടിക്ക് മുമ്പും ഭഗവാൻ അദ്ദേഹത്തിന്റെ ധാമത്തിൽ പരിസേവിതനായി നിലകൊള്ളുണ്ടിരുന്നു. മാത്രമല്ല, സർവനാശത്തിന് ശേഷവും ഭഗവാൻ തുടർന്നും അപ്രകാരം തന്നെ നിലകൊള്ളും. ആകയാൽ ഭഗവാന്റെ സൃഷ്ടിപരമായ ജീവസത്തകളിൽ ഒന്നല്ല ഭഗവാൻ സൃഷ്ടിപരമായ ജീവസത്തകളിൽ ഒന്നല്ല. ഭഗവാൻ അതീന്ദ്രനാണ്. വളരെ പണ്ട് അർജുനന് ഉപദേശം പകർന്നു നൽകിയെന്നും അതേ ഉപദേശം സൂര്യദേവന് നിർദ്ദേശിച്ചുവെന്നും കാലക്രമത്തിൽ തെറ്റായി കൈകാര്യം ചെയ്യപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്തതായും ഭഗവാന്റെ ഉത്തമ സുഹൃത്തും ശ്രേഷ്ഠ ഭക്തനുമാകയാൽ അർജുനനെ വീണ്ടും ഉപദേശിച്ചതായും ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുളി ചെയ്യുന്നു. ആകയാൽ ഭഗവത് ഉപദേശം ഭക്തർക്കല്ലാതെ മറ്റാർക്കും ഗ്രഹിക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ അതീന്ദ്രിയ സ്വരൂപത്തെക്കുറിച്ച് യാതൊരു ജ്ഞാനവുമില്ലാത്ത അമൂർത്തകവാദികൾക്ക് ഭഗവാന്റെ ഈ അതീവ രഹസ്യമായ അതീന്ദ്രിയ സന്ദേശത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അതീവ രഹസ്യം എന്ന അഭിവ്യഞ്ജനം ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്തെന്നാൽ ഭക്തിയുത സേവനം എന്ന വിജ്ഞാനം നിർവ്യക്തിക വിജ്ഞാനത്തിന് അതീതമാണ്. ജ്ഞാനം എന്നാൽ സാമാന്യ വിജ്ഞാനം, അതാ വിജ്ഞാനത്തിന്റെ ഏതെങ്കിലും ഒരു വിഭാഗം എന്നർത്ഥം. ഈ ജ്ഞാനം നിർവ്യക്തിക ബ്രഹ്മം വരെയേ വികാസം പ്രാപിക്കുകയുള്ളൂ. അതിനൊരു ഉപരിയായി എപ്പോൾ ഭഗവാൻ അതിനുപരിയായി എപ്പോൾ അതിനെ ഭാഗികമായി ഭക്തിയുമായി കൂട്ടിക്കലർത്തുന്നുവോ അപ്പോൾ അത്തരം ജ്ഞാനം പരമാത്മാവ് അഥവാ സർവവ്യാപിയായ ഭഗവാനെ വരെ പുഷ്ടിപ്പെടുത്തുന്നു. ഇത് അതീവ രഹസ്യവുമാണ്. എന്നാൽ എപ്പോൾ ഇത്തരം ജ്ഞാനം ശുദ്ധഭക്തിയുടെ സേവനത്തിലേക്ക് തിരിയുന്നുവോ അപ്പോൾ അനന്തരം അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ ദുർജ്ഞേയമായ ഭാഗം പ്രാപ്തമാകുന്നു. ഇതിനെ ദുർജ്ഞേയ ജ്ഞാനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഭഗവാൻ ഈ നിഗൂഢ ജ്ഞാനം ബ്രഹ്മദേവൻ, അർജുനൻ, ഉദ്ധവൻ തുടങ്ങിയവർക്ക് പകർന്നു നൽകി. ഓം അജ്ഞാനതിഗ്രന്ഥസ്യ ജ്ഞാനാഞ്ജനശലാക്യ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോ ഒരിക്കൽ കൂടി എല്ലാ ഭക്തന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ എന്റെ വിനീതമായ പ്രണാമം. അപ്പൊ നാരദമുനി, നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് നാരദമുനി തൻ്റെ ആ മുൻപത്തെ ജന്മത്തെ പറ്റി വിവരിക്കുക. അപ്പോ ആരോടാണ് നാരദമുനി തന്റെ മുൻജന്മത്തെ പറ്റി വിവരിക്കുന്നത്? കൃഷ്ണ, നിങ്ങളെല്ലാം സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണല്ലോ അല്ലെ? വ്യാസദേവൻ. അപ്പോ അത് ഏത് ദിവസത്തിലാണ് ഈ ഒരു ബ്രഹ്മദേവന്റെ ഏത് ദിനത്തിലാണ് ഈ
ഈ ഒരു സംഭവം നടന്നു. വ്യാസദേവനോട് അദ്ദേഹം പറയണതിന് മുന്നേ തനിക്ക് മറ്റൊരു ജന്മം ഉണ്ടായിരുന്നു ദാസീപുത്രനായിട്ട് എന്ന്. അത് ഏത് കൽപ്പത്തിലായിരുന്നു? ഈ കൽപ്പത്തിലായിരുന്നു അതോ വേറെ ഏതെങ്കിലും കൽപ്പത്തിലായിരുന്നു? ബ്രഹ്മാവിന്റെ ഈ ദിനത്തിലായിരുന്നു അതോ വേറെ ഏതെങ്കിലും ദിനത്തിലായിരുന്നു? അപ്പോ നാരദമുനി ഇത് നൽകുന്ന ഉപദേശം, ഇത് ഈ ജന്മത്തില് ബ്രഹ്മദിനത്തില് ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് നാരദമുനി അവതരിച്ചത്. അപ്പൊ നാരദമുനി നമ്മുടെ മുന്നില് ഇതുപോലെ ബ്രഹ്മന്റെ ഒരു പുത്രനായിട്ട് അവതരിക്കുമ്പോ നമുക്കൊരു സന്ദേഹം ഇവിടെ ഉണ്ടാവരുത്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം ദാസീപുത്രനായിരുന്നു. ആ ദാസീപുത്രനായ ആ ഒരു കുട്ടി, അദ്ദേഹം ഭക്തന്മാരുടെ സംസർഗം കൊണ്ട് അദ്ദേഹത്തിന് നാരദമുനിയായിട്ട് ഒരു സ്ഥാനക്കയറ്റം കിട്ടി. നാരദമുനി എപ്പോഴും നാരദമുനിയായിട്ട് തന്നെ തുടരുന്നു. പക്ഷേ ചില സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നാരദമുനിയും ചില ലീലകളിൽ ഏർപ്പെടും. അപ്പൊ നമ്മള് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? നാരദമുനി ഒരു ദാസീപുത്രനായിട്ട് ജനിച്ചിട്ട് ഒരു ദാസീപുത്രനായ വ്യക്തി നെക്സ്റ്റ് ജന്മത്തില് നാരദമുനിയായി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതെല്ലാം വൈകുണ്ഠ ലോകങ്ങളിലുണ്ടോ എല്ലാം ഉണ്ടോ അവിടെയെല്ലാം നാരദമുനിയുണ്ട്. ഇനി പ്രപഞ്ചത്തിൽ വൈകുണ്ഠോ അവിടെ ഉണ്ട് നാരദമുനി. ഗോലോക വൃന്ദാവനത്തിൽ ചെന്നാൽ അവിടെ ഉണ്ട് നാരദമുനി. അപ്പോ നാരദമുനി ഒരേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് എല്ലായിടത്തും ഭഗവാനെ സേവിക്കാൻ പറ്റും. അപ്പോ ആ നാരദമുനിയുടെ ഒരു ടെമ്പററി ലീലയാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. അപ്പോ അദ്ദേഹം ഒരു ശാപഗ്രസ്തനായിട്ട് അദ്ദേഹം ദാസീപുത്രനായിട്ട് ജനിക്കേണ്ടായി. അപ്പോ ദാസീപുത്രനായിട്ട് ജനിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് കുറച്ച് ഭക്തി വേദാന്തികളുടെ സംസർഗം കിട്ടുന്നു. നമുക്ക് എല്ലാവർക്കും നാട്ടില് ഈ വേദാന്തം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സിനിമാ പാട്ടിൽ വരെ പറയുന്നുണ്ട് വേദാന്തം എന്നുള്ളത്, അല്ലെ? എന്താ ശരിക്കും വേദാന്തം? ഭഗവാനിൽ നിന്ന് വന്ന വാക്കുകൾ തന്നെയാണ്. ഭഗവാനിൽ നിന്നും വന്ന വാക്കാണ്, അല്ലെ? ഓക്കെ. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? വേദാന്തം എന്ന് പറയുന്നത് ഉപനിഷത്ത് എന്ന് പറയുന്നത് ഉപനിഷത്ത്. ഓക്കെ, അതെ, അതും ശരിയാണ്. ഉപനിഷത്തുകള് വേദാന്തമായിട്ട് നമുക്ക് കണക്കാക്കാം. എന്താണ് വേദാന്തത്തിന്റെ ലക്ഷ്യം? ഈ ഭക്തി വേദാന്ത എന്ന പദം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം സാമാന്യമായിട്ട് വേദാന്തം എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെ? ഇനി വേദാന്തികളും ഭക്തി വേദാന്തികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വേദാന്തത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് ഈ വേദാന്ത ഉപനിഷത്തുകളുടെ ലക്ഷ്യം? ഉപനിഷത്തുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്തെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ടോ? എന്താണ് പരമസത്യം എന്നുള്ളത് ഉപനിഷത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ വളരെ ഒരു സമ്പ്രദായം അനുസരിച്ചിട്ട് ഈ വേദാന്തത്തിന് 3 പ്രമാണങ്ങളാണ് ഈ വേദാന്തികൾ കൽപ്പിക്കുന്നത്. ശ്രുതിപ്രസ്ഥാനം എന്ന് പറയുന്ന ശ്രുതികള്, പിന്നെ ന്യായപ്രസ്ഥാനം, അതുകൂടാതെ സ്മൃതി. 3 ഗ്രന്ഥങ്ങളെയാണ് അവര് ആശ്രയിക്കുന്നത്. അപ്പൊ ശ്രുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപനിഷത്തുകളാണ്. പിന്നെന്താണ് അപ്പോ ന്യായപ്രസ്ഥാനം? എന്താണ് സാധനം? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ന്യായപ്രസ്ഥാനം എന്ന് പറഞ്ഞ സംഭവം? .
എന്താണെന്ന് കേട്ടിട്ടില്ല? ശരിക്കും കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്നൊരു ഇത് കിട്ടുന്നില്ല. ഓക്കെ. അപ്പോ ബ്രഹ്മസൂത്രം അതാണ് ന്യായപ്രസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ 3 പ്രസ്ഥാനത്രയാണ് ഈ വേദാന്തം. വേദാന്തം സംസാരിക്കണമെങ്കിൽ നിനക്ക് എന്തിനെ പറ്റി അറിവുണ്ടായിരിക്കണം? ഈ 3 വിഷയങ്ങളെ പറ്റി നിനക്ക് അറിവുണ്ടായിരിക്കണം. ഉപനിഷത്തുകളെ പറ്റി ഗ്രാഹ്യമുണ്ടാവണം, പിന്നെ ബ്രഹ്മസൂത്രത്തിനെ പറ്റി ഗ്രാഹ്യമുണ്ടാവണം. വെറും ഗ്രാഹ്യമല്ല, അത് മുഴുവനും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ 3-മത്തത് സ്മൃതി, അത് ഭഗവത്ഗീത. അതുകൊണ്ട് സാമ്പ്രദായിക ആചാര്യന്മാര് അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ ശ്രീപാദ ശങ്കരാചാര്യര് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ ഉപനിഷത്തുകൾ തന്നെ അദ്ദേഹം 10 ഉപനിഷത്തുകൾ മുഖ്യമായിട്ട് കണക്കാക്കിയിട്ട് അദ്ദേഹം അതിന് ഒരു വിവർത്തനം കൊടുത്തു. അതേപോലെ അദ്ദേഹം ബ്രഹ്മസൂത്രത്തിനും വിവർത്തനം കൊടുത്തു, ഭഗവത്ഗീതയ്ക്കും വിവർത്തനം കൊടുത്തു. അപ്പൊ ഇത് 3ഉം സംയോജിപ്പിക്കുമ്പോൾ 3ന്റെ അർത്ഥം ഒന്നായിരിക്കണം. ഇതാണ് വേദാന്തം പറയുന്നത്. ഓക്കെ. പരമമായ സത്യം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 3ലൂടെയും പോകുമ്പോ 3ഉം ഒരേ തരത്തിൽ സംസാരിക്കണം. ഭഗവത്ഗീത പറയുന്നതും ഒന്ന്, ബ്രഹ്മസൂത്രം പറയുന്നതും ഒന്ന്, അതേപോലെ ഉപനിഷത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നതും അതും ഒരേ തത്വമായിരിക്കണം. അപ്പൊ ഇതിനെ നമ്മൾ വേദാന്തം എന്ന് പറയും. പക്ഷേ എന്താണ് വേദാന്തത്തിന്റെ ലക്ഷ്യം? അവിടെയും കണ്ടുപിടിക്കലാണ് ആരാണ് ശരിക്കും പരമമായ സത്യം. ഇത് അന്വേഷിക്കലാണ് വേദാന്തത്തിന്റെ ലക്ഷ്യം. ആരാണ് ഈ ആരാണ് ഈ പരമതത്വം? ചില വ്യക്തികൾ ഈ വേദാന്തം വായിക്കുമ്പോൾ അവർക്ക് തോന്നും, പരമസത്യത്തിനെ പറ്റി അത് അവ്യക്തമാണ്, നിർഗുണമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാണാമല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? പരമസത്യം നിർഗുണമാണെന്ന് വിചാരിക്കും, അവ്യക്തമാണെന്ന് വിചാരിക്കും. പക്ഷേ ഉപനിഷത്തുകളിലും അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്രയത്തിൽ തന്നെ പരമസത്യത്തിനെ 2 വിധത്തിലും വർണ്ണിച്ചിട്ടുണ്ട്. നിർഗുണമായിട്ടും പറഞ്ഞിട്ടുണ്ട്, വ്യക്തിഗത രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചില വ്യക്തികള് ഈ പരമസത്യം അവ്യക്തമാണെന്ന് വിചാരിക്കുന്ന വ്യക്തികള് അവര് എല്ലാ ശ്ലോകത്തിനെയും അവര് സമീപിക്കുന്നത് പരമസത്യം അവ്യക്തം എന്ന രൂപത്തിലാണ്. അതിനു തെറ്റായിട്ട് ഒരു ശ്ലോകം വരികയാണെങ്കിൽ അവരതിനെ പരമസത്യം അവ്യക്തമെന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കും. ഓക്കെ. അപ്പോ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം പ്രകാശാനന്ദ സ്വാമികളുടെ അടുത്തൊക്കെ അവർ ചെന്നപ്പോ നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. അദ്ദേഹം കാശിയില് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോ അവിടെയുള്ള മായാവാദി സന്യാസികളെല്ലാം ചൈതന്യ മഹാപ്രഭുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം? വേദാന്തങ്ങൾ പഠിക്കണം. പക്ഷെ ഈ ഒരു സന്യാസി മൂർഖ സന്യാസിയാണ്. മൂർഖ സന്യാസി എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത സന്യാസി. കാരണം അദ്ദേഹം വേദാന്തം പഠിക്കുന്നതിന് പകരം എന്താ ചെയ്യണത്? അദ്ദേഹം കുറെ ആൾക്കാരുടെ കൂട്ടത്തില് അയാള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് നൃത്തം വെച്ച് പോകുന്നു. ഭാവുക എന്നാണ് പറഞ്ഞത്. ഭാവുക എന്നതിന്റെ അർത്ഥം അറിയാമോ? എന്താണ് ഭാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം? നമ്മൾ ഇംഗ്ലീഷിൽ പറയും സെന്റിമെന്റലിസ്റ്റ്. അതായത് കഥയൊന്നുമില്ല അതില്, ചുമ്മാ എന്തോ സെന്റിമെന്റൽ, അതാണ് ഭാവുക. അപ്പൊ അവിടുത്തെ സന്യാസിമാര് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇയാള് ശരിക്കും സന്യാസി തന്നെയാണോ? ഒരു സന്യാസി ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത്. പക്ഷെ ഈ സന്യാസി എന്താണ്? കാണുന്നവരുടെയൊക്കെ പറയും, നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ, എന്റെ കൂടത്തിൽ നൃത്തം വയ്ക്കൂ. അപ്പൊ അവര് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ചൈതന്യ മഹാപ്രഭുവിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാവർക്കും
ഏറ്റവും അപ്രാപ്യമായ വസ്തുവിനെ നൽകുക. ഇതായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്റെ ലക്ഷ്യം. ഭാരതം ഒട്ടാകെ സഞ്ചരിച്ചിട്ട് അദ്ദേഹം എല്ലാവർക്കും ഈ ഒരു സമ്മാനം നൽകാൻ ശ്രമിച്ചു. എല്ലാരും ആക്സെപ്റ്റ് ചെയ്തു. ഒരേ ഒരു സ്ഥലത്ത് മാത്രം അവർക്ക് താല്പര്യമില്ല, അല്ലെ? അതാണ് കാശി. അപ്പൊ ചൈതന്യ മഹാപ്രഭു കാശിയിൽ നിന്നും പോയിട്ട് വീണ്ടും തിരിച്ചെത്തി. അപ്പോ സനാതന ഗോസ്വാമിനെയൊക്കെ കണ്ടു. അപ്പോ കാശിയില് 2 ഭക്തന്മാരും താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കണേ, എന്തിനായിരിക്കും ഈ ഭക്തന്മാര് കാശിയില്? കാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് മായാവാദി സന്യാസികൾ താമസിക്കുന്ന സ്ഥലം. അവിടെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രചാരവും ഒന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഈ കാശിയിൽ വന്നിട്ട് താമസിച്ചത്? ഈ മായാവാദികളുടെ ഇടയിൽ താമസിക്കുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഭക്തന്മാരെ സംബന്ധിച്ചു. പക്ഷെ ഈ 2 ഭക്തന്മാര് ഈ കാശിയിൽ താമസിക്കുകയായിരുന്നു. ചൈതന്യ മഹാപ്രഭു വന്നു. അപ്പോഴാണ് ബ്രാഹ്മണൻ വന്നിട്ട് ചോദിക്കുന്നത്, ദയവായി അങ്ങ് എന്റെ വീട്ടിൽ വരണം. കാരണം എല്ലാ സന്യാസിമാരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്, അങ്ങും വരണം. ചൈതന്യ മഹാപ്രഭു അവിടെ ചെല്ലും. അപ്പൊ ചൈതന്യ മഹാപ്രഭു അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ശ്രേഷ്ഠമായ സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു എല്ലാവരും പാദം കഴുകുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചൈതന്യ മഹാപ്രഭു വിനീതമായിട്ടുള്ള തന്റെ ആ ഒരു ഭാവം പ്രകടിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. കാല് കഴുകുന്ന സ്ഥലം അത്ര വൃത്തിയായിട്ടുള്ള സ്ഥലമല്ല, എല്ലാവരും കാല് കഴുകുന്ന സ്ഥലം. പക്ഷെ ചൈതന്യ മഹാപ്രഭു അവരെല്ലാം കാല് കഴുകുന്ന സ്ഥലത്ത് തന്നെ പോയിരുന്നു. അപ്പോ ഈ കാശിയിലുള്ള ഈ വേദാന്തികൾ എന്ന് അറിയപ്പെടുന്ന സന്യാസി വര്യന്മാർക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോ അവരുടെ മനസ്സിലും ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ പ്രഭ കണ്ടപ്പോ, കാര്യം കാശിയിലുള്ള വ്യക്തികൾക്കെല്ലാം ഈ പ്രഭയിൽ ഭയങ്കര ഇഷ്ടം. ദീപ്തി, ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോ അത് പ്രഭയാണല്ലോ, തേജസ് ആണ്. ചൈതന്യ മഹാപ്രഭു അവിടെ ഇരുന്നിട്ട് തന്റെ ബ്രഹ്മ തേജസ് അങ്ങ് കൂട്ടി. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഇവരെല്ലാവരും ആകൃഷ്ടരായി. അപ്പൊ ഇവര് ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിച്ചു, അങ്ങക്ക് എന്തോ വിഷമം ഉണ്ടെന്നോ, അതുകൊണ്ടാണല്ലോ അങ്ങ് ഇത്ര മോശമായിട്ടുള്ള സ്ഥലത്തിരുന്നത്. എന്താണ് മഹാശയ അങ്ങയുടെ ബുദ്ധിമുട്ട്, അങ്ങയുടെ വിഷമം എന്താ? ചൈതന്യ മഹാപ്രഭുവിന്റെ വിഷമം ശരിക്കും എന്താണ്? ഈ പൃഥ്വിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഏറ്റവും ശ്രേഷ്ഠമായ വസ്തു എങ്ങനെ നൽകാം, ഇതാണ് അദ്ദേഹത്തിന്റെ വിഷമം. എല്ലാ ആചാര്യന്മാർക്കും വിഷമമുണ്ട്. എന്താണ് അവരുടെ വിഷമം? എങ്ങനെ കൃഷ്ണഭക്തി ഈ പ്രപഞ്ചത്തില് സനാതനമായിട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് എങ്ങനെ നൽകാം, ഇതെല്ലാവർക്കും, എല്ലാ ആചാര്യന്മാരുടെയും വിഷമം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ വിഷമം അതാണ്. എന്താണ്? എങ്ങനെ ഈ മായാവാദി സന്യാസികൾക്ക് ഭഗവാന്റെ ഈ പ്രേമം എങ്ങനെ നൽകാം, അത്യുത സേവനങ്ങൾ. അപ്പോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ യോഗ്യതയില്ല. കാരണം ഞാൻ സന്യാസം സ്വീകരിച്ചിരിക്കുന്നത് ഒരു താന്ന സമ്പ്രദായ ഒരു സമ്പ്രദായത്തിൽ നിന്ന്. നിങ്ങളെല്ലാം വളരെ ശ്രേഷ്ഠരാണ്. പക്ഷെ അവര് അദ്ദേഹത്തിനെ നിർബന്ധിച്ച് തങ്ങളുടെ കൂട്ടത്തിൽ ഇരുത്തുന്നു. അപ്പൊ ഈ ചൈതന്യ മഹാപ്രഭുവിനെ കളിയാക്കിയ വ്യക്തികളാണിതെന്ന് ഓർക്കണം. ഇന്നും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ആക്ഷേപം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ എന്തുകൊണ്ട് ഉപനിഷത്തുകൾ പഠിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് വേദാന്തം പറയുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇത് എന്താണ് വേദങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ ചൊല്ലുന്നില്ല, ഇതൊക്കെയാണ് ആൾക്കാരുടെ പരാതി. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം വെച്ച് നൃത്തം ചെയ്താൽ മാത്രം മതിയോ, എല്ലാം കിട്ടുമോ? ഇല്ല.
ഇതാണ് പൊതുവെയുള്ള ആക്ഷേപം. അപ്പൊ ഈ ആക്ഷേപം പുതിയതല്ല. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതെപ്പോഴും ഉണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ കാലഘട്ടം മുതലുണ്ട്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിനോട് ഇവര് ചോദിക്കുന്നുണ്ട്, അങ്ങ് എന്തുകൊണ്ട് വേദാന്തം പഠിക്കുന്നില്ല? വേദാന്തം പഠിച്ചാലല്ലേ നമുക്ക് ആധ്യാത്മികമായിട്ട് ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ കൈവരിക്കാൻ പറ്റൂ. മോക്ഷപ്രാപ്തിക്ക് വേദാന്തം വേണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാൻ മൂർഖനാണ്, എനിക്ക് ബുദ്ധിയില്ല. ഒന്ന് ആലോചിക്കണം, ചൈതന്യ മഹാപ്രഭു പറയുന്നത്, എനിക്ക് ബുദ്ധി കുറവായതുകൊണ്ട് എന്റെ ഗുരു എന്നോട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ ചൈതന്യ മഹാപ്രഭു തന്നെ അർജുന്റെ അടുത്ത് ഭഗവാൻ കൃഷ്ണ രൂപത്തിൽ വന്നപ്പോ, കൃഷ്ണനായിട്ട് വന്നപ്പോ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? എല്ലാ വേദങ്ങളുടെയും അന്തം എന്താണെന്ന്. ശരിക്കും വേദാന്തം മനസ്സിലാക്കിയ വ്യക്തി ഒരാളാണ്, ഭഗവാന് മാത്രമേ വേദാന്തം യഥാർത്ഥമായിട്ട് അറിയാവുന്നു. വേദാന്തകൃത് വേദവിദേവച, വേദാന്തകൃത്തും ഭഗവാന്. ആ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാവത്തിൽ വന്നപ്പോ പറയാണ്, ഓ ഞാൻ മൂർഖനാണ്, അതുകൊണ്ട് എന്റെ ഗുരു എന്നോട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുവാനാണ്. അപ്പോ എന്തുകൊണ്ട് ചൈതന്യ മഹാപ്രഭു അങ്ങനെ പറഞ്ഞു? കാരണം യഥാർത്ഥത്തില് ഈ വേദാന്തികൾ എന്ന് നടിക്കുന്ന വ്യക്തികൾ മൂർഖന്മാരാണ്. അവർക്ക് എന്താണ് ആത്യന്തികമായ സത്യമെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, ആ ഒരു സത്യം അഭക്തന്മാർക്ക് ഒരിക്കലും പ്രാപ്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജ്ഞാനം ഗുഹ്യതമം യത്തത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഗുഹ്യതമം എന്നാ പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും ഗുഹ്യമായ സത്യം. ആർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തത്? സാധാരണ വേദാന്തികൾ എന്ന് നടിക്കുന്ന വ്യക്തികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ജ്ഞാനം ഗുഹ്യതമം, ഗുഹ്യം, ഗുഹ്യപരം, ഗുഹ്യതമം, ഏറ്റവും സീക്രട്ട്. സോ ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാത് ഭഗവതോത്തിഥം, ഭഗവാൻ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും, ആർക്കാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്? ശ്രീല പ്രഭുപാദർ ഇവിടെ പർപ്പോട്ട് ഈ താല്പര്യത്തിൽ പറയുന്നുണ്ട്, ആർക്കാ പറഞ്ഞു കൊടുത്തെന്ന്. എന്താണ് ഈ ഇതിന്റെ ഭാവാർത്ഥത്തിൽ പറഞ്ഞ ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? ഈ അതീവ രഹസ്യം 3 വ്യക്തികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. ആർക്കൊക്കെയാണ്? ആർക്കെങ്കിലും പറയാമോ? സൂര്യഭഗവാന്. ആർക്കാണ്? സൂര്യഭഗവാൻ, സൂര്യദേവന്. അത് തന്നെ പേര് പറഞ്ഞു, വിവസ്വാൻ എന്നാ പറഞ്ഞേ. ഓക്കെ, വേറെ 3 പേർക്ക് കൊടുത്തതായിട്ട് ഈ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. നാരദനാണോ? നാരദന് ഡയറക്ട്ലി കിട്ടില്ല. അർജുനന് ഭഗവാൻ ഡയറക്റ്റ്ലി ഉപദേശിച്ചു കൊടുത്തു. ഉത്തവർക്ക് ഉപദേശിച്ചു. ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുത്തു, പിന്നെ ഒരാൾക്ക് കൂടി കൊടുത്തു. ആർക്കാണെന്ന് അറിയാമോ? ബ്രഹ്മദേവന്. അപ്പോ 3 പേർക്കാണ് ഭഗവാൻ ഈ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തത്. ആർക്കൊക്കെയാണ്? ബ്രഹ്മദേവന്, അർജുനന്, ഉദ്ധവർക്ക്. അർജുനൻ ഉപദേശിച്ചു കൊടുത്തത് നമുക്കറിയാം. എവിടെ വെച്ചാണ് ഉപദേശിച്ചു കൊടുത്തത്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചു. ഉദ്ധവൻ ഉപദേശിച്ചു കൊടുത്തത് നമുക്കറിയാം, ഭഗവാന്റെ തിരോധാനത്തിന് മുന്നേ ഉപദേശം കൊടുത്തു. എന്നാൽ ബ്രഹ്മദേവൻ എപ്പോഴാണ് ഭഗവാൻ ഉപദേശം നൽകിയത്? ഇവിടെ ബ്രഹ്മദേവന് സൃഷ്ടിയുടെ ആരംഭത്തില് ഭഗവാൻ ഈ ഉപദേശം നൽകി. എന്താണ് ഉപദേശം? നമ്മുടെ ആചാര്യന്മാര് പറയുന്നത്, ഈ
സാക്ഷാത് ഭഗവതോത്തിഥം എന്ന് പറയുന്നത് ബ്രഹ്മദേവന് ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് നൽകിയ ചതുശ്ലോകി ഭാഗവതമാണത്. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഗുഹ്യമായിട്ടുള്ള ജ്ഞാനം. അതുകൊണ്ടാണ് സാക്ഷാത് ഭഗവതോത്തിഥം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ജ്ഞാനം വളരെ ഗോപ്യമാണ്, വളരെ രഹസ്യമാണ്. ഈ ജ്ഞാനം ഭക്തന്മാരല്ലാത്ത വ്യക്തികള് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ജ്ഞാനം എന്താണ്? പരമമായിട്ടുള്ള സത്യം, ആത്യന്തികമായ സത്യം, അതിനെപ്പറ്റിയുള്ള വിവരണമാണ്. ഒന്ന്, പരമമായ സത്യം എന്താണ്? ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സത്യം ഏത് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്ത ആ സത്യം എന്തായിരുന്നു? അപ്പൊ ഭഗവാൻ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഉപദേശിച്ചു പോകാൻ ഒരു ഏറ്റവും നല്ല ടീച്ചർ ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം കുട്ടികളോട് പറഞ്ഞ, കുട്ടികളെ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഇതാണ്. അപ്പൊ അതേപോലെ ഭഗവാൻ ബ്രഹ്മദേവനോട് പറയും, ബ്രഹ്മ, ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്തിനെ പറ്റിയാണെന്നറിയാവോ? എന്റെ സ്വയം രൂപത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതേപോലെ എന്റെ ആധ്യാത്മികമായ ചിന്മയമായ ശരീരം, അത് എക്കാലവും ഉണ്ട്. അതിന്റെ ഗുണങ്ങളെ പറ്റിയും ഭഗവാന്റെ എന്താണ് ലീലകളെ പറ്റിയാണ് വർണ്ണിക്കാൻ പോകുന്നത്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞാല് നിന്റെ ഉള്ളിൽ ഭക്തി യഥാർത്ഥമായിട്ട് ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിനക്ക് എന്റെ അനുഗ്രഹം വേണം, എന്റെ കാരുണ്യം ഉണ്ടാവും. പക്ഷെ ഈ കാരുണ്യം ഞാൻ നിനക്ക് തരുന്നു, അതിന്റെ കൂട്ടത്തില് ഞാൻ നിനക്ക് വിജ്ഞാനവും നൽകുന്നു, ജ്ഞാനവും വിജ്ഞാനവും തരും. എന്നിട്ടാണ് ഭഗവാൻ ആ ഗോപ്യമായിട്ടുള്ള 4 ശ്ലോകങ്ങൾ നൽകുന്നത്. അപ്പോ ആചാര്യന്മാര് പറയുന്നു, ഈ 4 ശ്ലോകങ്ങളാണ് നാരദ മുനിക്കും ഭക്തി വേദാന്തികൾ നൽകിയത്. അതുകൊണ്ടാണ് ഇവിടെ സാക്ഷാത് ഭഗവതോദ്ധിതം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഗുഹ്യതമം യത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ പോകുന്നത് കൊണ്ട് അവര് വളരെ എന്താണ് നല്ല സ്വഭാവിയായിരുന്ന ആ ദാസിപുത്രന് ഈ ജ്ഞാനം നൽകി. നമുക്കറിയാം, നമ്മള് ശ്രീമദ് ഭാഗവത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. നമുക്കൊരു ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ നോക്കാം. അതായത് ഭഗവാൻ പറയുന്നത്, ബ്രഹ്മദേവനോട് പറയുന്നത്, അഹമേവാസമേവാഗ്രേ നാന്യത്യത്സത്പരം പശ്ചാത് അതം അഹം അത് ഏതച്ഛ യോവശിഷ്യേത് സോസ്മ്യഹം. അതായത് സൃഷ്ടിക്ക് മുന്നേ ഞാനേ ഉണ്ടായിരുന്നു, ഇനി സൃഷ്ടിയുടെ സമയത്തും ഞാനേ ഉള്ളൂ, സൃഷ്ടിക്ക് ശേഷവും ഞാനേ ഉള്ളൂ. ഉപനിഷത്തുകളും പറയുന്ന ഇതാണ്. സൃഷ്ടിക്ക് മുന്നേ പുരുഷൻ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ പലതാവട്ടെ, ഞാൻ ഒന്നേ ഉള്ളൂ, ഞാൻ അനേകമാവട്ടെ എന്ന് ചിന്തിച്ചു. അപ്പൊ അത് തന്നെ ഇവിടെ ഭഗവാൻ ബ്രഹ്മദേവനെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്താണ്? ഭഗവാന്, ഭഗവാന്റെ ശക്തികളെ പറ്റി. രണ്ടാമത്തെ ഉപദേശം കൊടുക്കുന്നത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഞാനാണെങ്കിലും ഞാൻ ഈ പ്രപഞ്ചത്തിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കുന്നു എന്നുള്ള തത്വം. ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് ഞാനുമായിട്ട് സംബന്ധിച്ചുള്ളതാണ്. ഞാനല്ലാതെ വേറൊരു സത്യം ഈ പ്രപഞ്ചത്തിലില്ല. മൂന്നാമത്തെ ഉപദേശം കൊടുക്കുന്നത്, എങ്ങനെയാണോ ഈ എലമെന്റ്സ്, നമ്മളെന്താ പറയണത്, മൂലകങ്ങള് ഒരേ സമയത്ത് ഈ പ്രപഞ്ചത്തിലും കയറും
അതേപോലെ പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നു. അതേപോലെ ഞാൻ ഒരേ സമയത്ത് ഈ പ്രപഞ്ചത്തിലുണ്ട്, പ്രപഞ്ചത്തിൽ ഇല്ലാതാണ്. ഇനി ഏറ്റവും ഗോപ്യമായ 4ാമത്തെ ഉപദേശം ബ്രഹ്മദേവന് കൊടുക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നെ എപ്പോഴും നീ ആശ്രയിക്കണം. എങ്ങനെ? എന്നിൽ എപ്പോഴും, എന്നെ നീ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. എന്നെ എപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കണം. എങ്ങനെ? നീ അന്വയാത് വ്യതിരേകാഭ്യാം, തത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ നീ ശ്രമിക്കണം. അപ്പൊ ഭഗവത്ഗീതയിലും ഭഗവാൻ പല പ്രാവശ്യം അർജുനനോട് പറയുന്നുണ്ട്, ഏവം യോ വേത്തി തത്വതഃ. ഭഗവാൻ പറയുന്നുണ്ട്, താത്വികമായിട്ട് നീ എന്നെ മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ നിനക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരിടത്തല്ല, പല സ്ഥലങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഈ അവസാനത്തെ ശ്ലോകത്തിലും 4ാമത്തെ ശ്ലോകത്തും ഭഗവാൻ പറയുന്നത്, ഏതാവത് ഏവ ജിജ്ഞാസ്യാം തത്വജിജ്ഞാസുനാത്മനഃ എന്നാണ്. നീ എന്ത് ചെയ്യണം? നീ എല്ലാ സമയത്തും നീ എന്നെ അന്വേഷിക്കണം. ഇപ്പൊ ഭഗവാന്റെ ഉപദേശങ്ങളില് ഭഗവാനെ പറ്റി പറയുന്ന ഉപദേശം അതീവ ഗുഹ്യമാണ്. ഭഗവാനെ സംബന്ധിച്ച്, ഭഗവാന്റെ ആധ്യാത്മികമായ ശരീരത്തെ പറ്റി പറയുന്നത്, അത് വളരെ വളരെ ഗുഹ്യമായിട്ടുള്ള ജ്ഞാനം. അതിനേക്കാൾ ഗുഹ്യമായിട്ടുള്ള ജ്ഞാനമാണ് ഭഗവാനെ പറ്റിയുള്ള പ്രേമം. ഭഗവാന്റെ രൂപത്തെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നാച്ചുറലി ഭഗവാന്റെ രൂപത്തെയും ഗുണത്തെയും മനസ്സിലാക്കുന്ന വ്യക്തികള് ഭഗവാന്റെ ആ രൂപത്തിലോട് ആകൃഷ്ടരായിരിക്കും, പ്രേമഭക്തിയിൽ ആകൃഷ്ടരാകും. അത് ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനത്തിനേക്കാൾ ഗുഹ്യമാണ്. ഇനി ഇതുകൂടാതെ ഇതിനേക്കാൾ ഗുഹ്യമായ വേറൊരു ജ്ഞാനം കൂടിയുണ്ട്. ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനത്തെക്കാൾ ഗുഹ്യം പ്രേമഭക്തിയെ പറ്റിയാണ്. പ്രേമഭക്തിയേക്കാൾ ഗുഹ്യമായിട്ടുള്ള ഒരു ജ്ഞാനമുണ്ട്. എന്തായിരിക്കും ആ ജ്ഞാനം? പ്രേമഭക്തിയേക്കാൾ ഗുഹ്യമായിട്ട് എന്ത് ജ്ഞാനമാണ് ഉണ്ടാകുന്നത്? ഏതായിരിക്കും ആ ജ്ഞാനം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണോ ഏതാണ് ആ ജ്ഞാനമെന്ന്? പ്രേമഭക്തിയേക്കാൾ ഗുഹ്യം. അറിയണം പ്രഭുജി, അറിയണം. രക്ഷ. താങ്ക് യു പ്രഭു. നിങ്ങൾ ഉറങ്ങിപ്പോയില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാ. ഓക്കെ. ഒരിക്കല് ഹിസോൺലസ് ജയപതാക സ്വാമി ഗുരുമഹാരാജ്, അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ വന്നു കഴിഞ്ഞ സമയത്ത് അദ്ദേഹം മഹാരാജ് ഒരു പാസ്റ്റ് ടൈം, ഒരു ചെറിയൊരു കഥ പറഞ്ഞു. അതായത് ഒരു വ്യക്തി ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു അത്രേ. അപ്പോ അദ്ദേഹം ബ്രാഹ്മണ ജാതനാണ്, കുലജാതനാണ്. അപ്പൊ ബ്രാഹ്മണ കുലജാതനായിരിക്കെ അദ്ദേഹത്തിന്റെ വീട്ടില് 13 വിഗ്രഹങ്ങളുടെ പൂജ എല്ലാ ദിവസവും അദ്ദേഹം ചെയ്യുമായിരുന്നു. അപ്പൊ പൂജ മാത്രമല്ല അത് ചേരുന്ന അനുഷ്ഠാനങ്ങളും, ശ്ലോകങ്ങൾ ചൊല്ലുക, അതേപോലെ അഷ്ടകങ്ങൾ ചൊല്ലുക, ഇതെല്ലാം ചെയ്യും. അപ്പൊ പല വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും ഈ വിഗ്രഹങ്ങളെല്ലാം ഒന്നാണോ അതോ പലതാണോ, ആരാണ് ശ്രേഷ്ഠമെന്നൊന്നും അറിയില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരാളെ ലൈഫ് മെമ്പർ ആക്കി. ലൈഫ് മെമ്പർ ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും കിട്ടി. ഭഗവത്ഗീത കിട്ടിയെങ്കിലും അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹം വായിച്ചു നോക്കിയില്ല. അദ്ദേഹം തന്റെ ഈ ഒരു നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് ഭക്തിയുത സേവനം, വിഗ്രഹം ആരാധിച്ചു കഴിഞ്ഞു. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ അദ്ദേഹം വിചാരിച്ചു, അവിടെ ഇരിക്കുന്ന ആ ബുക്ക് ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് വായിച്ചു നോക്കാനാണ്. പക്ഷേ ആ ശ്രീല പ്രഭുപാദരുടെ ഭഗവത്ഗീത യഥാരൂപം വായിച്ചു കഴിഞ്ഞപ്പോ
അദ്ദേഹത്തിന്റെ ലൈഫ് മൊത്തമായി ചേഞ്ച് ആയത്ര. അപ്പോൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച് വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം മനസ്സിലാക്കിയ വ്യക്തികൾക്ക് പോലും ഗ്രാഹ്യമല്ലാത്ത സംഭവമാണ് ഭഗവാൻ പരമപുരുഷനാണ്. പക്ഷെ ആ പരമപുരുഷനെ നമുക്ക് പ്രേമഭക്തിയോടെ ആശ്രയിക്കാമെന്നുള്ളത് അതീവ ഗുഹ്യം. അതിനേക്കാൾ ഗുഹ്യമാണ് ഈ പ്രേമഭക്തി എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ശ്രീപാദ രാമാനുചാര്യരുടെ കഥ അറിയാലോ അല്ലെ? ശ്രീപാദ രാമാനുചാര്യരുടെ ഗുരു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വളരെ രഹസ്യമായിട്ട് 18 പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏറ്റവും രഹസ്യമായിട്ടുള്ള മന്ത്രം എന്ത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറഞ്ഞു ഈ മന്ത്രം നീ ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു. ഭക്തിയുത സേവനം ഇതിനേക്കാൾ ഗുഹ്യമാണ്. എസ്പെഷ്യലി സാധന ഭക്തി. എന്താണ് സാധന ഭക്തി? ഇതായിരുന്നു യഥാർത്ഥത്തില് ഈ ഒരു കലിയുഗത്തിൽ നമുക്ക് വളരെ വളരെ നമ്മൾ ബ്ലെസ്ഡ് ആണ്. എന്തുകൊണ്ടാണ്? ഈ സാധന ഭക്തി നമ്മള് എല്ലാരിടത്തും നമ്മൾ ഫ്രീ ആയിട്ട് പ്രചരിപ്പിക്കും. എല്ലാ യുഗങ്ങളിലും വളരെ ഗോപ്യമാക്കി വെച്ചിരിക്കുന്ന ഈ വസ്തുത ശ്രീ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും വന്നിട്ട് അവർ പബ്ലിഷ് ചെയ്തു. അവരൊരു ഡാം തുറന്നു വിട്ടു എന്ന് പറയുന്നുണ്ട് അല്ലെ? അവരിത് പബ്ലിഷ് ചെയ്തു മൊത്തമായിട്ട്. സാധന ഭക്തി, പ്രോസസ് ഓഫ് ഡിവോഷണൽ സർവീസ്, സാധന ഭക്തി ഈസ് വെരി വെരി സ്പെഷ്യൽ, വെരി വെരി സീക്രട്ട്. എന്താണ് സാധന ഭക്തി? ശ്രവണം, കീർത്തനം, വിഷ്ണു. ഇതിൽ തന്നെ ഭഗവാന്റെ നാമങ്ങള് അതീവ ഗോപ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് വേദങ്ങൾ പോലും വളരെ സീക്രട്ട് ആയിട്ട് ഗാർഡ് ചെയ്യുന്ന ഒരു സാധനമാണിത്. ഭഗവാന്റെ നാമങ്ങളും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള വസ്തുത. നാരദ മുനിക്ക് അവർക്ക് ഉപദേശിച്ചു കൊടുത്ത ഏറ്റവും ശ്രേഷ്ഠമായ സത്യവും തന്നെയായിരുന്നു. എന്താണ്? സാധനാ ഭക്തി എങ്ങനെ ചെയ്യണം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ആചാര്യന്മാരുടെ കാരുണ്യം, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം എത്രയുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ഗോപ്യമായ വസ്തു ഇന്ന് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യത്തെ ദിവസം തന്നെ കൊടുക്കും. വേദങ്ങളുടെയും ഉപനിഷത്തുകൾ പോലും പറയാൻ മടിക്കുന്ന വസ്തുതയാണ്. ഉപനിഷത്തുകൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഭഗവാന്റെ നാമാഷ്ടകത്തിൽ പറയുന്നുണ്ട് ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം അവർക്ക് മാക്സിമം എത്തിപ്പെടാൻ പറ്റുന്നത് ഭഗവാന്റെ ആ പാതാരബിന്ദങ്ങളുടെ ആ നഖത്തിന്റെ ആ ജ്യോതിയില്, ആ ജ്യോതിയില് ആ ജ്യോതി മാത്രമേ ഉപനിഷത്തുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഉപനിഷത്തുകളെല്ലാം എന്താ ചെയ്യുന്നത്? ഈ വേദങ്ങളെല്ലാം എന്താ ചെയ്യുന്നത്? അവര് ഒരു പഞ്ചദീപം എടുത്തിട്ട് ഭഗവാന്റെ പാതാരവിന്ദത്തിലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. പാതാരവിന്ദത്തിൽ ആ നഖത്തിൽ നിന്നും വരുന്ന ജ്യോതിയില് അവര് ആരതി നടത്തുകയാണ്. ഇത്രയും ശ്രേഷ്ഠമാണ്. പക്ഷെ ഏതാണ്? ആരുടെ പാതാരവിന്ദങ്ങളാണ്? നാമത്തിന്റെ പാതാരവിന്ദമാണ്. നിഖില ശ്രുതി മൗലി രത്നമാല. നിഖില മീൻസ് എല്ലാ ശ്രുതികളും. അതിന്റെ ഏറ്റവും വേദാന്തം നിഖില ശ്രുതിമാല, നിഖില ശ്രുതി മൗലി രത്നമാല, ദ്യുതി നിരചിത പാദ പങ്കജാന്തം. അവരെല്ലാം ഉപാസിക്കുന്ന ആരെയാണ്? ഐ മുക്തകുലൈർ ഉപാസ്യമാനം പരിതസ്ത്വം ഹരിനാമ സംശയാമി. ഹരിനാമമാകുന്ന ഹരിനാമത്തിന്റെ പാദത്തിന്റെ അറ്റത്ത് നഖത്തിലുള്ള ജ്യോതിയാണ് അവർ ആശ്രയിക്കുന്നത്. ഏറ്റവും ഗുഹ്യമായിട്ടുള്ള ജ്ഞാനം ഇതാണ്. അതുകൊണ്ടാണ് ഒരു ഒഫൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ ഭഗവാന്റെ നാമാപരാധങ്ങളുടെ കൂട്ടത്തിൽ ഒരു അപരാധം വെച്ചിരിക്കുന്നത് എന്താണ്?
വിശ്വാസമില്ലാത്തവർക്ക് നാമത്തിന്റെ മഹിമയെ പറ്റി പറഞ്ഞു കൊടുക്കരുത്. ഇത് വളരെ വളരെ ഗുഹ്യമായിട്ടുള്ളൊരു സാധനം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെയും അതേപോലെ ശ്രീല പ്രഭുപാദരുടെയും കാരുണ്യം മൂലം നമുക്ക് ഏവർക്കും സുലഭമായി കിട്ടിയിരിക്കുകയാണ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓക്കെ, ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അഡീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. അപ്പോ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ ദണ്ഡവത്. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? പ്രഭു, ഗുഹ്യതമമായിട്ടുള്ളത് നാമമഹാത്മ്യത്തിന്റെ മഹിമയല്ലേ പറഞ്ഞേ? അതെ, ഹരിനാമത്തിന്റെ മഹിമ ഏറ്റവും രഹസ്യമായിട്ടുള്ളതാണ്, ഏറ്റവും വേദങ്ങൾക്ക് പോലും അപ്രാപ്യമായിട്ടുള്ളതാണ് ഭഗവാന്റെ നാമം. ഇതിന്റെ അപ്പുറം ഗുഹ്യമായിട്ടൊരു സാധനമില്ല. ഗുഹ്യം, ഗുഹ്യപരം, ഗുഹ്യതമം അല്ലേ? ഗുഹ്യതമം. അതിനേക്കാൾ ഗുഹ്യതമം, ഗുഹ്യതമം എന്ന് പറഞ്ഞ് ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭഗവാന്റെ രൂപത്തെ പറ്റിയാണ്. അതിനേക്കാൾ അപ്പുറമാണ് ഭഗവാന്റെ ഗുഹ്യതമം. ഗുഹ്യതമം ഈസ് ഹയസ്റ്റ്. പക്ഷെ അതിനേക്കാൾ രഹസ്യമാണത്രേ ഭഗവാന്റെ പ്രേമഭക്തിയും അതേപോലെ സാധനാഭക്തിയും. അതിനേക്കാൾ ഹയസ്റ്റ് ആണ് മാതാജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഒരു ചെറിയ ഡൗട്ട് പ്രഭു. പ്രഭു പറഞ്ഞില്ലേ നാരദ മഹർഷിയും അദ്ദേഹം ഈ പൂർവ്വജന്മം എടുത്താലും അദ്ദേഹം വന്നിട്ട് അതേ ജന്മത്തിൽ തന്നെ നാരദ മഹർഷിയായിട്ട് ഭഗവാൻ അടുത്ത് കൂടെ ഉണ്ടായിരുന്നോ? ഓക്കെ. അത് 7ാമത്തെ സ്കന്ധത്തില് നാരദമുനി യുധിഷ്ഠിരനെ ഉപദേശിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ ഉപഭരണൻ എന്ന് പറഞ്ഞ ഗന്ധർവനായിരുന്നു അത്ര. ഉപഭരണൻ എന്ന് പറയുന്ന ഗന്ധർവനായതിനു ശേഷം ശാപം മൂലം ഞാൻ ദാസിപുത്രനായിട്ട് അവതരിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഉപഭരണനാകുന്നത് ഒരു ശാപ കാരണത്താലാണ്. ബ്രഹ്മദേവന്റെ ശാപം മൂലമാണ് അദ്ദേഹം നാരദമുനിയായിട്ട് ജനിച്ചു, ബ്രഹ്മാവിൽ നിന്നും വന്നു. പക്ഷെ ബ്രഹ്മദേവൻ നാരദമുനിയോട് പറഞ്ഞു, 4 കുമാരന്മാര് അവര് ഭക്തിയുത സേവനം ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല. അവര് എന്താണ് പ്രൊക്രിയേഷൻ നടത്താൻ, ക്രിയേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നീ പോയി ക്രിയേഷനിൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നാരദമുനി പറയും, സോറി, ഞാൻ വന്ന് ഭക്തിയുത സേവനം ചെയ്യാൻ മാത്രമാണ്, എന്നെ ഫോഴ്സ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇഷ്ടപ്പെടാതെ ബ്രഹ്മദേവൻ നാരദമുനിയെ ശപിച്ചിട്ടാണ് നാരദമുനി ഉപഭരണനായിട്ട് വരുന്നത്. അപ്പൊ നാരദമുനി എപ്പോഴും ഒരു എന്താ പറയണ കംപ്ലീറ്റ്ലി ലിബറേറ്റഡ് സോളാണ്, ഭഗവാന്റെ നിത്യപാർശകൻ. ടെമ്പററിലി അദ്ദേഹം ഇതുപോലെ എന്താണ് ഈ പ്രപഞ്ചത്തില് ചിലപ്പോ ദാസിപുത്രനായിട്ടൊക്കെ വരും. ഹരേ കൃഷ്ണ പ്രഭു. അത് ക്ലിയർ ആയില്ലല്ലോ. ഉപകരണന് മുമ്പ് ആരായിരുന്നു? ഉപകരണന് മുന്നേ നാരദമുനിയായിരുന്നു. നാരദമുനി എപ്പോഴും ഭഗവാന്റെ പാർശ്വതനാണ്. ഭഗവാൻ ഉണ്ടായിരുന്ന സമയം മുതൽ നാരദമുനി ഉണ്ടായിരുന്നു. ഭഗവാൻ ബ്രഹ്മാവിന്റെ പുത്രനാണെന്ന് പറയുമ്പോ എങ്ങനെയാണ് ബ്രഹ്മാവിന്റെ പുത്രനാകുന്നത്? നമ്മൾ ചിലപ്പോ അരിച്ചാക്ക് എടുക്കുമ്പോ അരിച്ചാക്കിന്റെ അതിൽ നിന്ന് ചെറിയ ചെറിയ ജീവികൾ വരാറുണ്ട്. അതെ. ഈ ജീവികൾ കാണുമ്പോൾ ആൾക്കാർ പറയുകയോ ഇത് അരിച്ചാക്കിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടതാണ്, അരിച്ചാക്കാണ് അതിന്റെ അച്ഛനെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ബ്രഹ്മാവിന്റെ മാനസപുത്രനായിട്ട് വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എപ്രകാരമാണോ അരിച്ചാക്കിൽ നിന്ന് ജീവികൾ ഉത്ഭവിക്കുന്നത് അതുപോലെയാ. ഇപ്പോ ബ്രഹ്മാവിൽ നിന്നും നമ്മൾ വരാഹമൂർത്തി വരുന്നു. അപ്പോ വരാഹമൂർത്തിയുടെ അച്ഛൻ ബ്രഹ്മാവാണോ? അല്ല. ബ്രഹ്മാവിൽ നിന്നാണ് വരാഹം. ശരി. അല്ലേ? അതെ. അതേപോലെ ഭഗവാന്റെ തന്നെ പാർശ്വതൻ അദ്ദേഹം ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ ബ്രഹ്മാവിൽ നിന്നും ഉത്ഭവിക്കുന്നതായിട്ട് കാണിക്കും, ബ്രഹ്മാവിന്റെ മാനസപുത്രനായിട്ട് ജനിക്കുന്നതായിട്ട് കാണിക്കും. യഥാർത്ഥത്തില് അദ്ദേഹം ബ്രഹ്മദേവനേക്കാൾ ശ്രേഷ്ഠനായ ഭക്തനാണ്. അദ്ദേഹം ഒരു നിത്യസിദ്ധനാണ്. അതുകൊണ്ടാണ്
പക്ഷെ അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണ്? ഭൗതിക പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങള്. ഇസ്കോന്റെ മിഷൻ ഇല്ലേ, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ മിഷനാണ് നാരദമുനിയുടെ മിഷൻ. അല്ലെ? ഉം. ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ പ്രഭു, പിന്നെ ഉം. ബ്രഹ്മസദസ് അല്ല ദേവസദസ്സില് ഉം. ഉണ്ടായിരുന്നു നാരദമുനി, ഉം. വീണ വായിക്കുന്ന ഗന്ധർവനായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതാണ് ഉപഭരണൻ. അദ്ദേഹം ദേവസദസ്സിൽ ഉപഭരണനായിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അവിടെ എന്താ ആരാ ശപിക്കുന്നേ? ഉപഭരണൻ ശപിക്കുന്നത് ദേവന്മാരാണ് ശപിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഉപഭരണൻ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു, ഭയങ്കര സുന്ദരനായിരുന്നു. ഏതെങ്കിലും ഒരു സ്ത്രീ ഉപഭരണന്റെ മുഖത്തേക്ക് നോക്കി അവരപ്പം ബോധം കിട്ടും, അത്രത്തോളം സുന്ദരനായിരുന്നു. ഇപ്പൊ ഉപഭരണന്റെ കൂട്ടത്തിൽ എപ്പോഴും 50 സ്ത്രീകൾ ഉണ്ടാവാറുണ്ട്. അപ്പോ ഒരിക്കല് ദേവസദസ്സിൽ അവര് അവിടെ കീർത്തനം നടത്തുമ്പോൾ അവരുടെ കീർത്തനം ഭഗവാനെ പറ്റിയ, ഭഗവാന്റെ പ്രീതിക്കാണ് അവർ കീർത്തനം നടത്തുന്നത്. അപ്പൊ ഉപകരണൻ ഭയങ്കര ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു. കാരണം നാരദമുനിയാണ് ഉപകരണനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഈ സ്ത്രീകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കീർത്തനം ചെയ്തു. അപ്പൊ കീർത്തനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഭഗവാൻ. പക്ഷേ തന്റെ ചുറ്റിനും കൂടിയിരിക്കുന്ന സ്ത്രീജനങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ട് അദ്ദേഹം കീർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശാപം നൽകി, നീ ദാസീപുത്രനായി തീരട്ടെ. അങ്ങനെയാണ് ഉപഭരണൻ ദാസീപുത്രനായിട്ട് ജനിക്കുന്നത്. പ്രഭു പ്രഭുവിന് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? അപ്പോ ഹരേ കൃഷ്ണ പ്രഭു, ദണ്ഡവത് പ്രണാം. പ്രഭു ഹരേ കൃഷ്ണ, ദണ്ഡവത് പ്രണാം. പതിത ഭാവൻദാസ് പ്രഭു, ട്രിവാൻഡ്രം. ഹരേ കൃഷ്ണ. എക്സലന്റ് ക്ലാസ് ആയിരുന്നു പ്രഭു. കുറച്ച് ന്യൂ വേ ഓഫ് ഇൻഫർമേഷൻ ആയിരുന്നു. ഭക്തിയുടെ ഈ പറഞ്ഞ പോലെ പ്രേമഭക്തിക്ക് മേലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രഭു അത് വിത്ത് ആചാര്യാസ് കോട്ട് വെച്ച് പറഞ്ഞു. എക്സലന്റ് ആയിരുന്നു പ്രഭു, ന്യൂ ഇൻഫർമേഷൻ ആയിരുന്നു. വെരി നൈസ് ക്ലാസ്. താങ്ക് യു സോ മച്ച് പ്രഭു. So happy, so happy. We seek your more support in the form of nectar classes, bro. പ്രഭു താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞാൻ നമ്മള് ഒരിക്കലും ഭക്തി വിനോദ് സ്വാമി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാം ഭയങ്കര എക്സ്പേർട്ടാ. എങ്ങനെയാണെന്ന് അറിയാവോ? കോപ്പി പേസ്റ്റ് എക്സ്പേർട്ടാ. ഹൃദയത്തിലൊന്നും ഇല്ല. അവിടുന്ന് ഇവിടുത്തെ സാധനം എടുത്ത് കട്ട് കോപ്പി പേസ്റ്റ്, ഇതാണ് നമ്മുടെ എക്സ്പെർട്ടീസ്. സോ അത് എടുക്കണമല്ലോ പ്രഭു. Somebody has to cut and copy. That is a great effort. Yeah, I am expert in cut copy paste. അതങ്ങനെ വരട്ടെ പ്രഭു. അങ്ങനെ കോപ്പി നമുക്ക് കുറച്ച് ആ കോപ്പി ഷെയർ ചെയ്യാം പ്രഭു. So happy. ഹരേ കൃഷ്ണ. So happy. Thank you so much. ഹരേ കൃഷ്ണ. Thank you. ഹരേ കൃഷ്ണ പ്രഭുജി, വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു പ്രഭു. വളരെ മനോഹരമായ ക്ലാസ്, വളരെ ഗംഭീരമായിരുന്നു, വളരെ നന്നായിരുന്നു. ദയവായി പ്രഭു ഇതുപോലെ ഇനിയും നമുക്ക് ക്ലാസ് തന്ന് നമ്മളെ അനുഗ്രഹിക്കണം പ്രഭു. വളരെ സന്തോഷം പ്രഭു. ഞാൻ ക്ലാസ് എടുക്കാൻ വന്നതിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയേ ഞാൻ വന്നിരിക്കണം. അപ്പോ നിങ്ങൾ തിരിച്ച് എന്നോട് ചോദിക്കരുത് പ്ലീസ്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഇനിയും ക്ലാസ് എടുക്കാൻ മുന്നോട്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി, ശില പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. അപ്പൊ എല്ലാ ഭക്തന്മാരുടെയും പാദാരവിന്ദങ്ങളിൽ എന്റെ പ്രണാമം വീണ്ടും വീണ്ടും അർപ്പിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം അതും ഈ കാർത്തിക മാസത്തിലെ ഭീഷ്മ പഞ്ചകത്തിന്റെ സമയത്ത് തന്നെ എടുക്കാൻ സൗകര്യം ലഭിച്ചതിൽ ഞാൻ സ്പെഷ്യലി ഐശ്വര്യ മാതാജിയുടെ അടുത്തും അതേപോലെ എല്ലാ സന്നിഹിതരായിട്ടുള്ള എല്ലാ ഭക്തന്മാരുടെ അടുത്തും എന്റെ പ്രണാമം അർപ്പിക്കുന്നു ഒരിക്കൽ കൂടി. ഹരേ കൃഷ്ണ. Hare Krishna. Thank you so much. വംശകൽപതരുഭ്യശ്ച കൃപാസിദ്ധിഹേതുഭ്യോ വൈഷ്ണവവൃന്ദ കി ജയ്. പ്രഭുപാദ് കി ജയ്. ഗോപിനാഥ്. ഹരി ഹരി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു? ശരി ശരി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.